ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മണാലിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. രാവിലെ എണീറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. പോകുന്ന വഴി കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കോട കയറി കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, കുറേ പുഴയും ഒരുപാട് കല്ലുകളും അതിനകത്ത് അവിടെ ആയിട്ട് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന ആ ഒരു കാഴ്ച, അതൊക്കെ കണ്ടിരിക്കും നമ്മൾ മണാലിയിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ചണ്ടയാറായപ്പോൾ ഞാൻ കുറച്ച് എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ചെങ്കിലും പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടോ. അവിടെ നിന്ന് പിന്നെയും ഉണ്ടായിരുന്നു ഒരു 5 മണിക്കൂർ അടുത്ത്. നല്ല ഇരുട്ടുമായിരുന്നു, തണുപ്പുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ശരിക്കും തണുപ്പ് അറിയാൻ തുടങ്ങിയത്. പക്ഷെ ഇവിടെ എത്താറൊക്കെ ആയപ്പോഴത്തേക്കും തണുപ്പൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയി. ഇതിനകത്തിരിക്കുമ്പോൾ അത്ര തണുപ്പ് അറിയില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേ തണുപ്പിൻ്റെ കാഠിന്യം അറിയാൻ പറ്റുള്ളൂ. ഒരു തുള്ളി പോലും തണുപ്പ് സഹിക്കാൻ പറ്റില്ലാത്ത ഞാൻ എങ്ങനെ ഇവിടെ അതിജീവിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. എനിക്ക് പറ്റിയ കമ്പനിയാണ് ശ്രീക്കും. അങ്ങനെയുള്ള ഞങ്ങളാണ് മണാലിയിൽ നിന്നും പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങി പോന്നേക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, നമുക്ക് പറ്റാത്ത കാര്യം ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. അങ്ങനെ നമ്മൾ എത്താറായി അവിടെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തൊക്കെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടി. ഇറങ്ങിയ പാടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് അതിലെല്ലാം ചാടി തുള്ളി നടക്കുകയായിരുന്നു. എന്താ പറയുക, ശരിക്കും സ്വർഗം കിട്ടിയൊരു ഫീലായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതാണ് ശരിക്കും പറയുന്നത്. ഞാൻ ഇങ്ങനെ എത്തിപ്പെടുമെന്ന് പോലും ഞാൻ വിചാരിച്ചല്ല. ഒരു 3-4 മാസം മുന്നെയാണ് ശ്രീ പറഞ്ഞത് നമുക്ക് മണാലി പോകാമെന്ന്. അന്നാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുവരെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക, ജോലി ചെയ്യുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫെങ്കിലും. എന്നെ യാത്രയുടെ ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്നത് ശരിക്കും ശ്രീയാണ്. ആളുടെ കൂടെയാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനും ട്രിപ്പൊക്കെ പോകാനും എൻജോയ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ കുഞ്ഞു സ്ഥലത്ത് തുടങ്ങി ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു സ്ഥലത്ത് എത്തിപ്പെടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. മണാലിയൊക്കെ എപ്പോഴും എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് വന്ന ഫീലാണ്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ ആരുടെ കൂടെ പോയാലും ഞാൻ ഇത്രയും സന്തോഷിക്കാമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഈ 2 പെൺപിള്ളേരുണ്ടല്ലോ, ഇതുങ്ങൾ വാ തുറക്കണത് എന്നെ ട്രോളാനും ചളിയടിക്കാനും വേണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫുൾ ടൈം ഫണ്ണിനൊരു കുറവുമില്ല, ചിരി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫുൾ ടൈം ഒരു റീൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ചിരിക്കും, എന്നിട്ട് വേണം ഞങ്ങൾ ആ ഒരു റീൽ കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ 5-ാമത്തെ ദിവസം കേട്ടോ മണാലി എത്തിയത്. സ്ട്രെയിറ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ 3-ാമത്തെ ദിവസം ഇവിടെ എത്തും. പക്ഷെ നമ്മൾ ഡൽഹി ഒരു ദിവസം കറങ്ങി, ആഗ്ര ഒരു ദിവസം കറങ്ങി, അങ്ങനെ 5-ാമത്തെ ദിവസമാണ് മണാലിയിൽ എത്തിയത്. അപ്പോൾ മണാലിയിൽ നമുക്ക് പാക്കേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ വന്നു. അതേപോലെ തന്നെ നമ്മളെ റൂമിൽ കൊണ്ടാക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ടാക്കും. പിന്നെ നമുക്ക് അവിടെയൊക്കെ കറങ്ങിയിട്ട് വരാം. അപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിവിടെയും കൊണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആദ്യമായിട്ട് മഞ്ഞിൽ ചവിട്ടിയ ഒരു ഫീല്. അവിടെ ചെന്നിട്ടും ഏതോ ഒരു സ്വപ്നലോകത്തായിരുന്നു എന്നായിരുന്നു എൻ്റെ സംശയം. അങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം. വേറെ ഏതോ ഒരു സ്ഥലം പോലില്ലേ, ഞാൻ ഈ മറ്റേ കൊറിയൻ സീരീസൊക്കെ കാണുമ്പം അവിടുത്തെ ഒരു സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയത്. അത്ര ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് അവിടെ മണാലിയിൽ താമസിക്കാൻ കിട്ടിയ ഹോട്ടൽ. അടിപൊളി റൂമായിരുന്നു കേട്ടോ, എല്ലാം അടിപൊളിയായിരുന്നു. കോർണറിൽ ഇതുപോലെ ഒരു മേശയും കസേര ആ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണ് ശരിക്കും. ഈ ഒരു പുറത്തെ വ്യൂവും ഈ ഒരു ബാൽക്കണിയും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അത് കണ്ടത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രദേശം മുഴുവൻ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ താഴേന്ന് വന്ന സമയത്ത് കുറേ കുന്ന് കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും ദൂരം വന്നതിന് അങ്ങനെ ഒരു ഗുണമുണ്ടായി. നമുക്കിവിടെ നല്ലൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മൾ മാർച്ച് ഫസ്റ്റ് വീക്കായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നത്. അതിന് തൊട്ട് മുന്നേ ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മഞ്ഞിൽ കുളിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു ഇനി വരുന്ന സമയത്ത് മഞ്ഞില്ലാതിരിക്കുമെന്ന്. അപ്പോൾ 2 പേരും രാവിലെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് മോണോക്റ്റാണ് കേട്ടോ. ആദ്യം ശ്രീയാണ് എങ്ങനെയാണ് നാണം കുണുങ്ങി നടക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. അതും വള്ളിച്ചെരുപ്പും ഇട്ട് സോക്സും ഒക്കെ ഇട്ട് ഒരാളോട് കാലും കൊണ്ട് കളം വരയ്ക്കുന്നുണ്ട്. അതിന് പുറകേ രോഹുവും ഉണ്ട്. 2 ഫുൾ ടൈം ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. എനിക്ക് പിന്നെ ഇഷ്ടംപോലെ കൊണ്ട് ചിരിക്കാനുള്ള വകയുണ്ട്. ഇടയ്ക്ക് പിന്നെ ചിരി തുടങ്ങി നിർത്താൻ പറ്റില്ല. ചിരിച്ച് അവസാനം എനിക്ക് വയറുവേദന വരെ വന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഭയങ്കര മഞ്ഞൊക്കെ കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചോദിച്ച സമയത്ത് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും കറണ്ട് വരുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ സ്നോഫോളൊക്കെ കാരണം ചെറിയ എന്തോ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മുകളിൽ പോയിട്ട് ചൂടുവെള്ളം ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ചൂടുവെള്ളം തന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൽ തന്നെ അത് പച്ചവെള്ളം പോലെ ആവും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന
പാടെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ആറിപ്പോകും. ഭയങ്കര ചൂടായിട്ടൊന്നും ഇവിടെ കുടിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒഴിച്ച് ഇളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് തണുക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഇതാ ബണ്ണുണ്ടായിരുന്നു. ബണ്ണിനകത്ത് നമ്മൾ ന്യൂട്രല തേച്ചിട്ട് അതാണ് കഴിച്ചത്. അതിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ പുറത്തെ വ്യൂ ഒക്കെ കണ്ട് മൂന്നാളും കൂടി ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കാപ്പി കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിപ്പോഴാണ് കേട്ടോ അനുഭവിക്കാൻ പറ്റിയത്. പഠിക്കാൻ വന്ന ആൾക്കാർ വൈ പഠിക്കാൻ വന്നവർ നോക്ക്, രണ്ടും ഒരു നാണവും ഇല്ല. അപ്പൊ നീയോ? അപ്പൊ ഇവിടെ ഞങ്ങൾ രാവിലെ ചെന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുങ്ങി നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ അതുവരെ എനിക്ക് ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് രണ്ടാളും കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന സമയത്ത് എൻ്റെ സൗണ്ട് മൊത്തം പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് സൗണ്ട് നല്ല വേരിയേഷൻ ആയിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ഒന്നും വന്നില്ലെങ്കിൽ പോലും നന്നായിട്ട് സൗണ്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മഴ പെയ്യുന്നപ്പോൾ പോലെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ഇത് മഴയാണോ മഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. മഞ്ഞുവെള്ളം ഒരുക്കി വീഴുന്നതാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ വന്ന സമയത്തേക്കാളും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ മഞ്ഞുരുക്കി പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിനുശേഷം റെഡി ആവുന്നുണ്ട്. ഞാൻ പിന്നെ മുഖത്ത് ഫുള്ള് ടാനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാപ്പിപ്പൊടിയും പഞ്ചാരയിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും പെട്ടെന്ന് വലയുന്നുണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ ഡ്രൈ സ്കിന്നും കൂടിയാണ്. നന്നായിട്ട് ഇവിടെ വരുമ്പോൾ മോയ്സ്ചറൈസർ തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വലിഞ്ഞൊരു പരുവാകും. ശ്രീയുടെ സ്കിൻ നല്ല ഓയിലി സ്കിന്നാണ് കേട്ടോ. എന്നിട്ട് പോലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. തണുപ്പ് കാരണം ഞാൻ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ചാണ് കേട്ടോ നിന്നത്. അങ്ങനെ പോയിട്ട് മോൻ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ടാനൊക്കെ നല്ലോണം കുറഞ്ഞു. എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ടാൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡൽഹിയിലെ കറക്കാണ് കേട്ടോ. എത്ര തണുത്ത കാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ടാൻ അടിക്കും. അപ്പോൾ ടാൻ റിമൂവ് ചെയ്യാൻ വേറെ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. കാപ്പിപ്പൊടി ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് വന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും ഒരുങ്ങി പിറക്കിതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ കോംബോ പിടിച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് മിനി സ്കേർട്ടും അതുപോലെ തന്നെ ഇതുപോലത്തെ ടീഷർട്ട്സും ആയിരുന്നു കേട്ടോ. അപ്പോൾ കൃത്യം 2 മണിയായപ്പോൾ തന്നെ നമ്മുടെ ടാക്സി ഡ്രൈവർ വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഹഡിംബ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇനി ഹിഡിംബ എന്നൊക്കെ കുറേ പേര് പറയും, പക്ഷെ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത് ഹഡിംബ എന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഇത് ആപ്പിൾ മരമാണ് ഉണങ്ങി നിൽക്കുന്നതെന്നാണ് ശ്രീ പറഞ്ഞത്. പിന്നെ കുറേ പൈൻ മരങ്ങളുണ്ട്. അപ്പോൾ പൈൻ ഇങ്ങനെ ഞാൻ വാഗമണ്ണല്ലാതെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്താറായപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് റോഡിൽ മഞ്ഞിങ്ങനെ നല്ല കട്ടിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 3 ആളും ഇറങ്ങി നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് നടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞിൽ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. മഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയൊന്നും കയറി പോകാൻ പറ്റാണ്ട് അവിടെ കിടന്ന് കുറേ വട്ടം കറങ്ങുന്നുണ്ട്. പിന്നെ ആരൊക്കെയോ ചേർന്ന് ഉന്തി തള്ളിയാണ് ആ വണ്ടി ഒന്ന് കയറിപ്പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടന്മാരൊക്കെ ഇതേപോലെ മഞ്ഞ് കെട്ടിന് ഇടിച്ച് പൊട്ടിച്ച് സൈഡിലോട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ വഴി കുറച്ചുകൂടെ ബ്ലോക്ക് മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഏറെക്കുറെ ഏറ്റവും മേളിലെത്താനായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല കുറച്ച് മഞ്ഞ് കണ്ടു. അത്ര നേരം ചെളി പിടിച്ച മഞ്ഞായിരുന്നു. മഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ആക്രാന്തമായിരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ മഞ്ഞ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് കുറച്ച് ഫ്രഷ് മഞ്ഞെടുത്തിട്ട് വെറുതെ പൊട്ടിച്ചിട്ട് കളിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ മണാലിക്ക് വന്നപ്പം ഇത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ, കുറച്ചൊന്ന് മഞ്ഞ് കളിക്കാൻ കിട്ടുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ആ ഒരു ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കാനുണ്ട്. മഞ്ഞിലായതുകൊണ്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പം 3 ആളും കൂടെ കയ്യിലൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. ഞങ്ങൾ 2 കുഞ്ഞിപ്പിള്ളേർ രോഹിൻ്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് പുറകെ പതുക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 ആൾക്കും വീഴുമെന്നുള്ള പേടിയായതുകൊണ്ട് ഞങ്ങൾ ആ മതിലെ പിടിച്ചാണ് നടന്നു വരുന്നത്. രോഹു പിന്നെ ധൈര്യശാലിയായിട്ട് ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ഇവിടെ നല്ല ലൊക്കേഷനൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ശ്രീയുടെ ആണെങ്കിൽ ഷൂവിന് ഒട്ടും ഗ്രിപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പൈൻ ഗാർഡൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ടെമ്പിളിന് മുന്നിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്ത സമയത്ത് ഞങ്ങളുടെ ഫ്രെയിമിൽ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറുകയൊക്കെ ചെയ്യാം. നമ്മൾ പിന്നെ അകത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയറേണ്ടവർക്ക് കയറുകയൊക്കെ ചെയ്യാം. അവിടെ പിന്നെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ ആ ഒരു പൈൻ ഗാർഡൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെയിൻ ഉദ്ദേശം
ഉദ്ദേശം മഞ്ഞിൽ കളിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ പുറത്തായിട്ട് ഇതേപോലെ ഡ്രസ്സ് ചെയ്ത് തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു, 200 ആയിരുന്നു ഒരാൾക്ക്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇതേ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു 100 രൂപയുള്ളൂ 50 രൂപയുള്ളൂ എന്ന്. പക്ഷെ ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു, 200 ഒക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ മൂന്നാളും ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനത്തെ കാര്യത്തിൽ അങ്ങനെ പിശു കാണിക്കണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ചെയ്യാമെന്ന് ഓർത്തു. ഈ ഡ്രസ്സിന് എന്തോ ഒരു പേര് പറയും കേട്ടോ. ഞങ്ങളത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചിമാരെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിന് എന്താ പേര് പറയണമെന്ന്. എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ പക്ഷേ മറന്നുപോയി. അപ്പോൾ എനിക്കും ശ്രീക്കും ഈ ഒരു കളറായിരുന്നു കേട്ടോ. ഇതെന്താ ഒരു റെഡ് കളറായിരുന്നു. പിന്നെ രോഹുവിന് ഒരു ഗ്രീൻ കളറായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് രോഹുവിനെ ആ ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. രോഹുവിന് നെപ്പ് കണ്ടപ്പോൾ പറ്റും യു ആർ അണ്ടർ അറസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്ന്. ഞങ്ങളത് പറഞ്ഞിരുന്നത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. രോഹിണി പച്ചയായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാളും അതിനകത്തേറി വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി ഫുൾ ട്രാൻസിഷനുള്ള വീഡിയോ എടുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ മണാലി വന്നതിൻ്റെ പകുതി ഉദ്ദേശം വീഡിയോ എടുക്കാനാണ്. എനിക്കിങ്ങനെ മെമ്മറീസൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിലല്ല, നമ്മൾ ആ സ്ഥലം എൻജോയ് ചെയ്യുന്നതിലാണ് കാര്യമെന്ന്. എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരുത്തിനെ കൊണ്ട് മഞ്ഞെറിയിപ്പിച്ച് ഞാൻ മഞ്ഞകത്ത് കളിക്കുന്ന പോലെ വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും പിന്നെ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പം ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇപ്പോഴും കുഞ്ഞിലത്തെയോ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പം നമുക്കൊരു നെസ്റ്റ് ഫീൽ വരില്ലേ എന്ന് പറയുന്ന പോലെ ആ മെമ്മറീസൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കുറേ നേരം അതിൽ മഞ്ഞത്തൊക്കെ കളിച്ചിട്ട് ഇവിടെ വന്ന് ദൂരി കൊടുക്കുന്നുണ്ട്. നമുക്ക് അധികം നേരം ഇവിടെ ഈ ഡ്രസ്സ് ഇടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ കൂരി കൊടുക്കാൻ പറഞ്ഞു, കാരണം ഒരുപാട് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തടുത്ത ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് വന്ന് ദൂരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയമായപ്പോഴത്തേക്കും അടുത്ത ബ്ലോക്കൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മളിവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിലാണ് കേട്ടോ പോയത്. ഇവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വാങ്ങുകയൊക്കെ ചെയ്യാം. ബാക്കിയുള്ള ദിവസമൊന്നും നമ്മൾ പിന്നെ പോകുന്നില്ല. അപ്പം ഇവിടുത്തെ ലോക്കൽ കടകളിൽ അന്ന് മാത്രമേ നമുക്ക് വിസിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയ പാടെ നമ്മൾ ഫസ്റ്റ് തന്നെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്നാണ് നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രെഡ് റോസ്റ്റ് വാങ്ങി. അപ്പോൾ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റ് ആവും അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് അങ്ങനെ റേറ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ 2 ബ്രെഡ് റോസ്റ്റ് വാങ്ങി 3 ആളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ 3 ആൾക്കും കുറച്ച് വിശപ്പുള്ളൂ കേട്ടോ. ആകെപ്പാടെ ഇച്ചിരെങ്ങാനും കഴിച്ചാലായും. എല്ലാം ഞങ്ങൾ പിന്നെ ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് ഫുഡ് നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ കിട്ടും. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇവിടെ ഒരു വലിയ പീസ് എടുത്ത് എൻ്റെ വായിൽ കുത്തി കയറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബുദ്ധൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, കുഞ്ഞമ്പലമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള കടയാട്ടോ. ഇവിടെ വരുന്നവർക്ക് ഇവിടെ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഫുഡ് കഴിക്കാം. നല്ല നീറ്റും ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റോഡിലെ സൈഡിലുള്ള കടകളൊക്കെ ഇങ്ങനെ കണ്ട് വായി നോക്കി അങ്ങ് നടന്നു. അതിനിടയിലാണ് ഈ ഒരു ചോളം ഞങ്ങളുടെ കണ്ണിപ്പെട്ടത്. ഞാൻ ഇതിനു മുമ്പ് വേവിച്ച ചോളം കഴിച്ചിട്ടുണ്ടെങ്കിലും ചുട്ടെടുത്തത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. വേവിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ചുട്ടെടുത്തതിന്. നല്ല അടിപൊളിയായിരുന്നു. അതിനകത്ത് നാരങ്ങയോ അങ്ങനെ എന്തൊക്കെയോ തേച്ചിട്ടാണ് അവർ തന്നത്, നാരങ്ങ മുളകൊക്കെ. പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ. പെട്ടെന്ന് ചൂട് ഭയങ്കര ചൂടായിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ ഈ ഒരു മാർക്കറ്റിനുള്ളിലായിട്ടുള്ള ഈ ഒരു ബുദ്ധൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ വന്നത്. അവിടെയും ഇതേപോലെ മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു. ഇവിടെ റേറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അങ്ങ് എടുത്തു. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുത്തില്ല. ഇവിടെ വന്നിരുന്ന് മഞ്ഞെറിഞ്ഞ് കളിക്കായിരുന്നു. കുറേ എൻ്റെ വായിലും കണ്ണിലും ഒക്കെ പോയി. എന്നാലും മഞ്ഞ് കാണുമ്പോൾ പിന്നെ ആക്രാന്താണ് കേട്ടോ, എറിഞ്ഞ് കളിക്കാൻ തോന്നും. പിന്നെ ഞങ്ങൾ 3 ആൾ നിന്നിട്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ഇവിടെ 100 രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. 100, 150, 200. ചില കടയിലൊക്കെ റേറ്റ് കൂടുതലുണ്ട്. കുറച്ചുള്ളിലേക്കൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫറിൽ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ മഞ്ഞിൽ കളിക്കുന്ന ദിവസം ഞാൻ റെഡ് കളർ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അതിന് മാച്ചായിട്ട് ഈ ഒരു തൊപ്പിയും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 100 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഓൺലൈനിൽ ഇതിനേക്കാൾ റേറ്റ് ആയിരുന്നു. അപ്പം രോഹവും വാങ്ങി, ഞാനും വാങ്ങി. പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുവരെയുള്ള തണുപ്പൊക്കെ സഹിക്കാൻ വരുന്ന രീതിയിലാട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ തണുപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റൂമിൽ ഭയങ്കര തണുപ്പാട്ടോ. റൂമിൽ തണുപ്പ് നമുക്ക് സഹിക്കാനേ പറ്റില്ല. പക്ഷെ പുറത്ത് തണുമ്പോൾ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നല്ല കാപ്പിയായിരുന്നു. അപ്പം ഞങ്ങൾ 3 ആളും ഷെയർ ചെയ്ത് കപ്പടിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് വാങ്ങിയാലും 2 എണ്ണം വാങ്ങുള്ളൂ. 2 എണ്ണം വാങ്ങിച്ചിട്ട് 3 ആൾ ഷെയർ ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ട്രിപ്പിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയത്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് കിട്ടിയ പാക്കേജും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം 3 പേരുടെ പാക്കേജിൽ ഒരാൾക്ക് 4400 രൂപയായിരുന്നു കേട്ടോ പെർ ഹെഡ്. ഇപ്പം ഇതിൽ നമ്മുടെ റൂം അതുപോലെ തന്നെ നമുക്ക് ബാക്കി അവിടെ കൊണ്ടുപോയി വിടുന്നത്
വരുന്നത്. ബാക്കി എല്ലാ സർവീസസും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ വരുന്ന ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ച് ബാക്കി നമ്മൾ പോകുന്ന വരെയുള്ള ഫുഡ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടേ വിടുന്നത് വരെ ഇവരുടെ പാക്കേജാണ്. ലാഗോ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഏജൻസി ആട്ടോ നമ്മൾ കൊണ്ടുപോയത്. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ ഇതിലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ കയറി പോകുന്നുണ്ട്. അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഹോട്ടലിൽ എന്തോ AC ഓണാക്കിയ ഒരു തണുപ്പാണ്. നമുക്കെന്താ പുറത്തിറങ്ങി കഴിയുമ്പോൾ അത്രയും തണുപ്പ് തോന്നത്തുമില്ല. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം ആയതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം നമുക്ക് ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. എന്താ കിട്ടാൻ പോണേ, എന്ത് ടേസ്റ്റ് ആണെന്ന് ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ചാണ് ഇരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റേ മാസ്കും തൊപ്പിയൊക്കെ വെച്ച് ഒരുമാതിരി കൊള്ളക്കാർ ലുക്കായിരുന്നു. അതുകൊണ്ട് ക്യാമറ ഓണാക്കി വെച്ചിരുന്നു നമ്മൾ എന്തൊക്കെയോ പ്രകസനം കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രോഗം അവിടെ നിന്ന് ഓവർ ആക്ഷൻ ഇട്ടത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാട്ടോ കണ്ടത്. ഇതൊന്നും ഞങ്ങളവിടെ ഇരുന്നപ്പോൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർത്താനം പറഞ്ഞ് ചളി അടിച്ചിരുന്നപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് വന്നു. ആദ്യമേ ചിക്കൻ കറിയും പരിപ്പ് കറിയാണ് വന്നത്. ചിക്കൻ കറിയിൽ ഫുള്ള് നമ്മുടെ മല്ലിയിലായിരുന്നു കേട്ടോ. ശ്രീക്കാണെങ്കിൽ മല്ലിയില ഒട്ടും ഇഷ്ടമല്ല. പണ്ട് മുതലേ എങ്ങനെയാണ് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആളത് അധികം എടുത്തില്ല കേട്ടോ. മല്ലിയിലയുടെ ആൾ ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയും പുതിലേക്ക് ഇട്ട് കറി വെക്കുന്നത്. അപ്പോൾ കഴിക്കാനായിട്ട് റൈസും അതുപോലെ റൊട്ടി ഉണ്ടായിരുന്നു. റൈസ് ഇങ്ങനത്തെ കുഞ്ഞ് ജീരകരിയില്ലേ, അങ്ങനത്തെ അരിയാണ്. എനിക്ക് അങ്ങനത്തെ അരി അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ റൈസ് എടുത്തില്ല. ടച്ചിങ്സ് ആയിട്ട് മാത്രമേ റൈസ് എടുത്തുള്ളൂ. ഞാൻ കൂടുതലും റൊട്ടി കഴിക്കുകയാണ് ചെയ്തത്. ചിക്കൻ കറി സൂപ്പറായിരുന്നു കേട്ടോ. ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല അടിപൊളിയായിരുന്നു. നല്ല മസാലയും ഉണ്ടായിരുന്നു. ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ വെക്കുന്ന പോലത്തെ കറിയൊന്നുമല്ല. എന്നാൽ പോലും ഇവിടെ നിന്ന് ഇത്രയും നല്ല ഫുഡ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം ചേട്ടാനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ എല്ലാം കൂടെ ചുരുണ്ട് മൂടി ഒരു മൂല കിടക്കുന്നുണ്ട്. ഹീറ്റർ ഉണ്ട് കേട്ടോ. ഹീറ്ററിൽ ഇരുന്ന് എല്ലാം ചൂടുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി ഡാൻസ് പ്രാക്ടീസ് ആട്ടു. ഇവർ രണ്ടുപേരും നേരത്തെ കിടക്കുകയും ചെയ്യും. എനിക്കാണ് ഉറക്കവും വരത്തില്ല. രണ്ടിനെയും ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു വിടുന്നിട്ട് ഒരു ഡാൻസ് റീൽ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഡൽഹിയിൽ വരുന്ന സമയത്ത് കളിക്കാൻ വേണ്ടി പഠിച്ച ഡാൻസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസ് പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ രാത്രി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ മണാലിയിലെ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.